ശിവാംഗി ഞങ്ങളുടെ ഈ തുള്ളൽ കാണുമ്പോ ഒന്ന് തുള്ളണം എന്ന് തോന്നുന്നുണ്ടോ ശിവാംഗിക്ക്? എന്നാ വാ നമുക്ക് ഒരുമിച്ച് തുള്ളാം. ഹായ്. പാവാടയ്ക്ക് തന്നെ വേണല്ലോ മൂന്നാളുടെ സ്ഥലം അല്ലേ? സ്പേസ് 3-4 സ്ഥലം മാത്രമല്ല 3-4 പേരും കൂടെ വേണം ഇത് പൊക്കി പിടിക്കാൻ. നല്ല വെയിറ്റ് ഉണ്ട്. ഞങ്ങള് പെണ്ണുങ്ങൾ എത്ര കഷ്ടപ്പെട്ടതൊക്കെ ഇടുന്നതല്ലേ? ഭയങ്കര കഷ്ടമാണ്. നമ്മള് ജീവിതവും നമ്മൾ താങ്ങണം, ഈ സ്കേർട്ടും നമ്മൾ താങ്ങണം. എല്ലാത്തൊരു ജന്മമാണല്ലോ നിങ്ങളുടെ. എന്താ പിന്നെ ഒന്നും പറയാനില്ലേ? ജീവിതം ഇതൊക്കെ അവിടെ ശിവാംഗിയുടെ ജീവിതം ഇടയ്ക്കൊന്ന് താങ്ങി കൊടുക്കാനില്ലേ? അമ്മയുടെ ജീവിതമാണ് ഞാൻ താങ്ങണ്ട. ശരി, പരസ്പരം താങ്ങുന്ന സ്ഥിതിക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാൻസ് ശിവാംഗി അവർക്ക് ഇവിടെ കുറെ വെറുതെ ഇരിക്കുന്നതാണ് പ്രശ്നം. തുള്ളാൻ വിളിച്ചാ വരും. എന്നാ ഞാൻ ഒന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഈ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര പാടുമാണ്, ബോറുമാണ്. അല്ല, ബോറുമാണെന്ന് പറഞ്ഞ് ബോറടിക്കുന്ന പണിയാണെന്ന് അവിടെ വെറുതെ ഇരുന്നിട്ടല്ലേ? അങ്ങനെ ആ വിഷമം നമുക്ക് ഇപ്പൊ ഈ പാട്ട് വരുമ്പോ ഡാൻസ് കളിച്ച് തീർക്കാം. ശരി. എന്തായാലും എനിക്ക് ശിവാംഗി ഇത്ര അടുത്ത് കിട്ടിയതല്ലേ. ഡെയിൻ ഇപ്പൊ എന്റെ കൂടെ നിന്നിട്ട് ഇൻട്രോയ്ക്കും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു, ഞാനാണ് എല്ലാ ദിവസവും ജഡ്ജസ് വെൽക്കം, കണ്ടസ്റ്റൻസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് വീര പോലെ എന്തെങ്കിലും ഇട്ട് വരും. ഇന്നത് ശിവാംഗിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ? നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ പെർമനന്റ് ആക്കാല്ലോ ഇവനെ പറഞ്ഞു വിട്ടിട്ട്. ഈ ഷോയിലെ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബിന്നിമേ. അത് മാത്രമല്ലാതെ നമ്മുടെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ഔസേ ബച്ചൻ സർ. ഈ ഷോനെ ഇത്ര ഭംഗിയായിട്ട് താങ്ങുന്ന നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് പാടുന്നത് മാത്രമല്ലാതെ അവരുടെ പാട്ടും താങ്ങുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര. പണി പോകുന്നു. അത് മാത്രമല്ലാതെ ഇതെല്ലാം ഓക്കെ, പക്ഷെ ഈ ഷോ ഇത്ര വൈബായിട്ടും ഇത്ര എനർജി ആയിട്ട് കൊണ്ടുവന്ന നമ്മുടെ അമേസിംഗ് ആങ്കേഴ്സ് മീനാക്ഷി ആൻഡ് സോ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലെജൻഡ്സ് ഹിറ്റ്സിലെ ശിവാനി.
ആഗ്രഹിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ എന്റെ കളിത്തോണി കെട്ടിയിട്ടു. എന്റെ കളിത്തോണി കെട്ടിയിട്ടു. സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ഞങ്ങളാണെങ്കിൽ നേരത്തെ പോരും ചെയ്തു, പാട്ടാണെങ്കിൽ തീരണമില്ല. ഞങ്ങൾക്ക് സംശയമായി പോയി കയറണോ വേണ്ടയോ എന്ന്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അല്ലേ? ഡാൻസ് ചെയ്യാനും പറ്റില്ല. അതെ. ശരി, അപ്പൊ ഔസേപ്പച്ചൻ സർ എങ്ങനെ ഉണ്ടായിരുന്നു ശിവാനിയുടെ പെർഫോമൻസ്? ശിവാനിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പക്ഷെ ശിവാനി തുടങ്ങുമ്പോ തൊട്ടൊരു ചെറിയ ടെൻഷൻ. എന്തിനത് ഞങ്ങൾ എപ്പോഴും പറയാറില്ലല്ലോ, എന്തിനാ ഈ ടെൻഷൻ? ഈ കായാമ്പൂ അങ്ങനെ തുടങ്ങണ്ടല്ലോ, വളരെ സിമ്പിളാണ്. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. വളരെ സിമ്പിളായിട്ട് ഒന്ന് പാടിയ കായാമ്പൂ. അല്ല നമ്മുടെ അത് വേണ്ട, പ്ലെയിൻ ആയിട്ട് ലൈറ്റ് ആയിട്ട് പാടൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും ഇഷ്ടപ്പെട്ട് പാടാൻ പറഞ്ഞില്ല. എൻ്റെ ടീനേജിന്റെ റൊമാൻസിന്റെ ഹൈറ്റാണ് ഈ പാട്ട്. സാറിന് കുറെ കഥകളുണ്ട്. സാർക്ക് ഈ പാട്ട് ആ കേട്ടിട്ടല്ലേ പാട്ടിന്റെ കഥയൊന്നും ഇപ്പൊ പറയാൻ പറ്റിയതല്ല. ചേച്ചിയുള്ളതുകൊണ്ടാണോ? അല്ല. ആ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് നല്ല സ്മൈലായിട്ട് ഈ പ്രേമനസീർ ഇത് പാടാൻ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം എന്നൊക്കെ പറഞ്ഞു. കമലദളം അത് ആ ഫീൽ മതി. സംഗതികളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അത് ഒരു പ്രാവശ്യം പാടി സംഗതി അടുത്ത് പാടണമെന്നില്ല. അതൊക്കെ ക്രിയേറ്റീവ് അല്ലേ. പക്ഷെ ഫീലാണ് ഞാൻ പറയുന്നത്. ട്രൈ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. Now it's much better. പിന്നെ അതിന്റെ സംഗതികൾ ബിനി ചേച്ചി ബിനി ഉണരും വിടരും അവിടെയൊക്കെ ചെറിയ ഇങ്ങനെ ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ ആ സെക്കൻഡ് ചരണം നിന്നെക്കുറിച്ച് ഞാൻ പാടിയ പാട്ടിന് തൊട്ട് നല്ല ഫീൽ ആയിരുന്നു കേട്ടോ. ഐ ലവ് ഇറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ബിനി ചേച്ചി. ശിവാനി യെസ് മാം. നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് ശിവാനി പാടിയതിൽ അനുപല്ലവിയും ചരണവും എനിക്ക് ഇഷ്ടമായി. എന്നുവെച്ചാൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ സാർ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് എവറി ടൈം അനുരാഗവതി അവിടെയാണ് ഒരു ശ്രുതി ചേരായ്മ. പിന്നെ അതൊരു ഈസി ആയിട്ട് പോവാത്തതുപോലെ തോന്നി അനുരാഗവതി. അത് ഇപ്പൊ പാടിച്ചപ്പോഴും അനുരാഗവതി ആയ ഇടം മാത്രം. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ സ്വരമും കായാമ്പൂ എന്നാണ്. കായാമ്പോ സ്വരമും അതിന്റെ ആ സൗണ്ടിങ് ലെറ്ററും ഒന്നാണെങ്കിൽ അതിന്റെ പേരാണ്
സ്വരാക്ഷരം. കർണാടക സംഗീതത്തിലേക്ക് ഉടനീളം ഫുള്ളായിട്ട് ഇത് ഉണ്ടാവും ഈ ഗ്രാമേഴ്സ് ഒക്കെ. പക്ഷെ അദ്ദേഹം അത് കമ്പോസ് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതില് ഗീന്നും അല്ല, ഗീന്ന് വന്നാൽ അത് സൂചിത സ്വരാക്ഷരമാകും. ഇതിപ്പം ഒരേ അകാരം ഒന്നാണല്ലോ, അപ്പൊ ശുദ്ധ സ്വരാക്ഷരമായി. അപ്പൊ എനിക്ക് ബ്യൂട്ടിഫുൾ വോയിസ് ആണ് കേട്ടോ, നല്ല ഫീലുള്ള വോയിസ് ആണ് ശിവാനിയുടെ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കൂ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബിനു ചേച്ചി. ശിവാംഗി. സൂപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഇന്നതാ ഈ സ്റ്റേജ് ഒരുമാതിരി കുറച്ച് പേടിയായിട്ടുണ്ടാലും നമ്മള് ഒന്ന് പോയ അയ്യപ്പൻ റൗണ്ട് പറഞ്ഞ മാതിരി നമ്മളാണ് പാടുന്നതെന്ന് വിചാരിക്കാൻ പാടില്ല. ആരോ നമ്മളെ ഇയക്കുവാണ് നമ്മളെ വിചാരിക്കും. അതെ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ഇയക്കുവാണെന്ന് പറഞ്ഞാൽ സെൻസ് ആരോ നമ്മളെ വന്ന് ജയിപ്പിക്കുവാണ്. ജയിപ്പിക്കുകയാണ്. അത് നമുക്ക് തന്നെ മനസ്സിലായില്ലേ? അങ്ങനെ വിചാരിച്ചാ എന്ത് വേണമെങ്കിലും ഈ ജീവിതത്തിൽ സാധിക്കാം. അങ്ങനെ ഞാൻ എന്റെ അടുത്തും പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ എന്തായാലും ശിവാനിയുടെ മാർക്ക് അറിയാം. ശിവാനി അല്ല, ഞങ്ങള് മാർക്ക് അറിയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ശിവാനി ഇവിടുത്തെ പല കണ്ടസ്റ്റൻസിന്റെയും സിംഗിങ് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു അശരീരി കേട്ടല്ലോ. കേട്ടോ, അതായത് ശിവാനി ഒരു പാട്ടുകാരി മാത്രല്ല, ഞങ്ങൾ ഇവിടെ കൂടിയാണ്. പരക്കെ ഒരു റൂമർ കേട്ടു, ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ ചിലരെ ശിവാനി ഇമിറ്റേറ്റ് ചെയ്യും, അവരുടെ പാട്ട് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് കാണാം അല്ലെ മാർക്കിന് മുമ്പ്? തീർച്ചയായിട്ടും. നിങ്ങൾ ഏത് കണ്ടസ്റ്റന്റിനെയായി ഇമിറ്റേറ്റ് ചെയ്യുന്നത്? അങ്ങനല്ല, കുറച്ചു പേരുടെ മാനറിസംസ് സൗണ്ട് അല്ല, അവര് പാടുന്ന പാട്ടൊക്കെ അലമ്പായിരിക്കും. പക്ഷെ ആദ്യം സാന്ദ്ര ചേച്ചി അയ്യോ എന്നോടായിരുന്നു എങ്ങോ നിന്നു വന്ന പഞ്ചവർണ്ണങ്ങൾ. അതില് മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ കൈ നീട്ടുന്നു മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈ നീട്ടുന്നു വീണ്ടും. അതെല്ലാ പാട്ടിലും ഉണ്ട് സാന്ദ്രയ്ക്ക്. പിന്നെ നിസരി ചേച്ചി, ഇതിലാണ് ചേച്ചിയുടെ കൺട്രോൾ. ഇത് കവിത്വം. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത് പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. ഒരു ഡിഫറൻസ് ആണ് അത് പാട്ടുകാരെ. പിന്നെ രേഷ്മ ചേച്ചി, രേഷ്മ ചേച്ചിക്ക് പിന്നെ വലിയ എക്സ്പ്രഷൻ ഇല്ല. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ. കൊല്ലത്ത് രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. കാക്കാ പൂച്ച കാക്കാ പൂച്ച കൊക്കരക്കൊഴിവ ഒട്ടക്കമാട് മയില് കൊക്കരക്കൊഴിവ ഒട്ടകമാന മയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടി ഇതിലേ. ഇവരെയൊക്കെ സ്വന്തം പാട്ടല്ലാതെ ബാക്കി പാട്ടൊക്കെ നല്ല കോൺഫിഡൻസ്. ഞങ്ങളെയൊന്നുമില്ലേ? അയ്യോ, അവിടേക്ക് അല്ല ഇല്ല, എന്താ നിങ്ങൾ നാളെ മാർക്കിടണല്ലേ? അതിലെന്താ, ഞങ്ങക്ക് സന്തോഷമല്ലേ? അല്ല അങ്ങനല്ല. മാമിന്റെ അങ്ങനെ മാം എന്താ
ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ശരി, ശരി. നല്ല രസമുണ്ടായിരുന്നു. ഔസേപ്പച്ചി സാറിന് ഞാൻ അത് കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് സാന്ദ്ര ചേച്ചി ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതാണ്. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്സ് അറിയാം. യുവർ മാർക്ക് ഈസ് 92.5 ഔട്ട് ഓഫ് 100. താങ്ക് യു മാം, താങ്ക് യു. 92.5 ഈ ഘട്ടത്തിൽ നല്ല മാർക്കാണ്. ഇത് രണ്ടാമത്തെ റൗണ്ട് ആണ് അല്ലെ? ആദ്യ റൗണ്ടിൽ എത്രയായിരുന്നു? 93.5. 1.5 കുറഞ്ഞു അല്ല 1 കുറഞ്ഞു അല്ലേ? ഓക്കെ, അല്ല നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് All യു, the താങ്ക് best. യു. Thank you. മീനാക്ഷി, എന്തോ നമുക്ക് നമ്മുടെ മുത്തല്ലേ നമ്മുടെ ഔസേപ്പച്ചൻ sir. സാറിന് ഒരു സർപ്രൈസ് കൊടുത്താലോ? സാറിന് ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് സർപ്രൈസ് സർപ്രൈസ് സാറിന് ഫുൾ ഓഫ് സർപ്രൈസ്. അതെ സാർ, ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ എന്തോ പോസ്റ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു ഫേസ്ബുക്ക്. അതെന്തായിരുന്നു? 2 ദിവസം മുമ്പ് മൂന്നാല് ദിവസം മുമ്പ്. 4 ദിവസം മുമ്പ് 2 ദിവസം ഞാൻ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കാണിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഒരു വയലിൻ ഒരു പയ്യൻ നന്നായിട്ട് വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആരോ അയച്ചു തന്നതാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തു. Okay. അച്ചടാ, എന്നാ കുട്ടന്റെ പേര്? എന്റെ പേര് അദ്വൈത്. എത്ര വയസ്സുണ്ട്? എനിക്ക് 14 വയസ്സ്. 14 വയസ്സ്. ഇതിന്റെ നാട് എവിടെയാ? എന്റെ നാട് തൃശ്ശൂര് തയ്യൂരാണ്. ഓ മൈ ഗോഡ്. എന്തുട്ടാ? അപ്പൊ എവിടെ പഠിക്കണേ? തയ്യൂര് സ്കൂളിൽ. തയ്യൂര് സ്കൂളില്. തയ്യൂര് സ്കൂളില്. അപ്പൊ 10ാം ക്ലാസ് ആണ്, SSLC ആണ്. അതെ. എത്ര പ്ലസ് വാങ്ങും? എത്ര വേണച്ചാലും വാങ്ങും. ഓക്കെ, ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഉള്ളി വന്നപ്പോഴേ ഒരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടു. അതെ, അതെ. തൃശ്ശൂരുകാരെ ഇഷ്ടം? എനിക്കിഷ്ടം. അവിടുന്ന് പയ്യനെ നോക്കിയാലോ? വേണ്ട. ഇല്ലേ ലവനൊരു പ്രതീക്ഷ കിട്ടിപ്പോയത്. ഓക്കെ, നമുക്ക് ആ മാറ്റർ വിടാം. അദ്വൈത്, നമ്മൾ സാറിനെ ഞെട്ടിക്കാൻ പോവാണ്. ആഹാ, അത് ശരി. ആഹാ, അടിപൊളി. സാറ് ഓടി. സാറ് എണീറ്റ് ദാ ഇങ്ങോട്ട് വരുന്നു. അദ്വൈതേ, സൂപ്പർടാ, സൂപ്പർ. താങ്ക് യു. താങ്ക് യു. ഇത് എന്ത് വയലാണത്? ട്രിനിറ്റിയുടെ സാധാ വയലിൻ. വെറും ഓർഡിനറി വയലിൻ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള വയലിനാണ് പിന്നെ ഇത് വായിച്ചിരിക്കുന്നത്. ആരാണ് തന്നെ പഠിപ്പിക്കുന്നത്? പാലക്കാടുള്ള സദാനന്ദ മാഷാണ്. സദാനന്ദ മാഷ്. ഓക്കെ, സദാനന്ദ മാഷ്, എക്സലന്റ്.
പിന്നെ അത് മാത്രമല്ല ഇവൻ വായിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ലാണ്ടാണ് ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ വായിക്കുന്നത്. രസായിട്ട് ശ്രുതിയില്ല, എത്ര- ഒന്നുമില്ല. ആ മൃഗം എന്തൊരു സൂപ്പറായിട്ട് എടുത്തത്. അത് ഭയങ്കര അതായത് ആ മേലത്തെ സാധനം മേലത്തെ. ഓ അതെ. ആ ഒരു പോർഷനൊക്കെ ഫിംഗറൊക്കെ ഇങ്ങനെ God Good. bless you, കണ്ണേ. താങ്ക് യു ചേച്ചി. കീപ് പ്രാക്ടീസിങ്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അദ്വൈത്, എനിക്ക് ഓൾറെഡി അദ്വൈത് ഒരു തൃശ്ശൂർക്കാരനാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫ്ലാറ്റായി. അതിനും മേളിൽ എന്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. വയലിൻ. നമ്പർ 1 എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ഒന്ന് വയലിൻ ആണ്. സോ വയലിന് ഫസ്റ്റ് അത് വായിച്ചപ്പോഴേ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. താങ്ക് യു ചേച്ചി. ഭയങ്കര ഹമ്പിൾ ആയിട്ട് ക്യൂട്ട് ആയിട്ട് എനിക്ക് അങ്ങനെ അദ്വൈതിനെ ചെന്നൈ കൊണ്ടുപോകണം. തൃശ്ശൂരുള്ള എല്ലാരും കൊണ്ടുപോയി ഇനി ചെന്നൈയിലോട്ട്. അങ്ങനെ സോ അദ്വൈത് ഒന്ന് ഇനി നല്ല പ്രാക്ടീസ് ചെയ്ത് ഒരു വലിയ സ്റ്റാർ ആണ്. അദ്വൈതിന് എല്ലാവിധ ഭാവുകങ്ങളും അതെ. നേരുന്നു കേട്ടാ. താങ്ക് യു ടീച്ചർ. തീർച്ചയായിട്ടും താങ്ക് യു ടീച്ചർ. ടീച്ചർമാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് ഓക്കെ, എന്തായാലും ഒരുപാട് വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി തീർച്ചയായിട്ടും. ഒത്തിരി ദൂരം പോവാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാവിയിലെ നേട്ടങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുകയാണ്. അതെ, സ്റ്റേ ഒരുപാട്. ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ഹംബിൾ. ഓക്കെ, ഓക്കെ. ഓക്കെ. ഇനി ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം നിമിഷ. മേലേ വീട്ടിലെ വെണ്ണിലാവ് രാവിൽ തോണി കളിച്ചൊരു
നിമിഷ എന്തോ എങ്ങനെ പാടി? എന്ത് എന്താണ് ചിരിക്കുന്നത്? എന്താ പാട്ട് കുഴപ്പമില്ല. പാടി തീർക്കാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല ഇല്ല പറഞ്ഞോളൂ. എന്ത് നിമിഷ, ഞങ്ങൾ ഇല്ല ഇവിടെ കുഴപ്പമുണ്ട്, ചിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇത് കാണിച്ചിട്ടേ ഞങ്ങൾക്ക് ചിരി വരും. ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണ് ചിരിക്കുന്നത്? ഇല്ല ഒന്നുമില്ല എനിക്ക് ലിറിക്സ് ഒന്നും പറയണ്ട സാറേ, ഫുള്ള് അല്ല തെറ്റി. ഞാൻ അവിടെ വിട്ടുപോകുന്നു വിചാരിച്ചു എന്തോ വന്നു. ഇനി ശ്രുതി ഷിബു തെറ്റിയാ? ചക്രവർത്തി ഇല്ലേ, എന്റെ സുഹൃത്താണ് കേട്ടോ, എന്റെ ഏറ്റവും അടുത്ത പറയല്ലേ. സുഹൃത്താ. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാവും, വിഷമാവും. അദ്ദേഹം എന്തോരം നിന്ന് താമര നൂലില മുത്തെല്ലാം കോർത്തവൾ മാറിലണിഞ്ഞു പെരിയാറും എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഇമാജിനേഷൻ അത് കേൾക്കാനായിട്ടിരിക്കുകയാണ്. അത് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാനിരിക്കുമ്പോൾ അത് വരുന്നില്ല. പകരം എന്താണ് കോർത്തവൾ താരകൾ കണ്ടു ചിരിക്കുന്നു പറഞ്ഞിട്ട് പാടി ആദ്യത്തെ അനുപല്ലവിയില് അല്ലേ? റൈറ്റ്? എന്തോ അവിടെ മാറിപ്പോയി, അവിടെ എന്തോ വന്നു. എന്തോ അല്ല മാറിയത്, സംഭവിച്ചു? ചരണത്തിന്റെ എൻഡിലത്തെ ലൈൻ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അത് പക്ഷെ കുഴപ്പമില്ല. അത് വന്നു, ഞാൻ വിചാരിച്ചത് പോയെന്ന് വിചാരിച്ചു, പക്ഷെ വന്നു അവിടെ. വന്നു വന്നല്ലോ. വനമാല. അതെ. ബാക്കി മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു സർ? അത് നന്നായിരുന്നു. ആ മേലെ വീട്ടിലെ വെണ്ണിലാവ് അതൊക്കെ, ആ പല്ലവി ഓൾമോസ്റ്റ് ആ ഒരു കളിച്ചൊരു നേരം എന്നുള്ളിടത്ത് മാത്രം ചെറിയൊരു പിച്ചിങ്ങിൻ്റെ ഒരു ചെറിയൊരു അർത്ഥം ചെറുതായിട്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിങ്ങനെ പെർഫോമൻസിൽ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും പല്ലവി ടോട്ടലി നല്ല പിച്ചിങ്ങിലായിരുന്നു. താങ്ക് യു സർ. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ല. പ്ലീസ് ഗിവ് ഹർ ഹാൻഡ്. തീർച്ചയായിട്ടും അങ്ങനെ പാടുന്നുണ്ടല്ലോ നിങ്ങൾ, ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഈ പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എന്താ കാരണം? അത് എന്താണെന്നറിയില്ല, ഇത് അങ്ങനെ എല്ലാവരും പാടി കേൾക്കുന്ന ഒരു സോങ് അല്ല. സത്യമാണ്, സത്യമാണ്. നീ ഇതെടുത്ത് പാടിക്കോ, എന്തായാലും നല്ലതായിരിക്കും, കേൾക്കാനൊക്കെ രസമായിരിക്കും, പാടിക്കോ. അങ്ങനെ അധികം ആരും സ്റ്റേജിൽ ഇങ്ങനെ പാടി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളിയാണ് എനിക്കത് സെലക്ട് ചെയ്ത് തന്നത്. നല്ല സെലക്ഷൻ ആയത്. കാരണം റിയാലിറ്റി ഷോയിൽ ഞാൻ ശരിക്കും ഈ പാട്ട് കേട്ടിട്ടില്ല. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം സ്ഥിരം കേൾക്കുന്നതിനെ വീണ്ടും വീണ്ടും പാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ബോറടിപ്പിക്കുന്നത് അല്ലേ? എന്തായാലും അവർ വേറെ ആ പാട്ടൊന്നും കേൾക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരുപാട് ആൾക്കാരുടെ ക്രിയേഷൻ ഇതിന്റെ പിന്നിലുണ്ട്. ഷിബു ചക്രവർത്തി, പിന്നെ ശ്യാം സാറ്, അതെ. പിന്നെ ഡെന്നിസ് ജോസഫ് ഇതിന്റെ ഡയറക്ടർ, സംവിധായകൻ, അവർക്കൊക്കെ സന്തോഷമായിരിക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് നല്ലൊരു പാട്ടും. അതെ അതെ. പക്ഷെ എന്തോ ബായിക്കേടുകൊണ്ട് ഒരുപാട് പേര് ഇത് എടുത്ത് ഞാൻ പാടിയിട്ടില്ല. പക്ഷേ ഈ പാട്ട് അധികം അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. ഞാനെന്നല്ല, അധികം ആരും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് നിറയെ. കാരണം പണ്ട് ഈ സിനിമ സ്വന്തമായിട്ട് അന്ന് ഈ VCR ഒക്കെ ആണല്ലോ, സ്വന്തമായിട്ട് കാസറ്റ് മേടിച്ച ആദ്യത്തെ ഒരു ഇതാണ് മനുവങ്കിള്. എന്റെ ചേട്ടന്റെ പേരും മനോജ്. മനു ആയതുകൊണ്ട് മനുവങ്കിള് അതും ഭയങ്കര ഇഷ്ട സിനിമ. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ അതില് പോകുമല്ലോ, കൊറേ കുട്ടിപ്പട്ടാളോ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി പാട്ട്. എന്താണേലും അത് സെലക്ഷൻ നല്ല കേട്ടോ. ഹസ്ബൻഡിന് ഒരു കൈയടി കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നില്ല, കേൾക്കണം എന്നൊക്കെ. ഇന്ന് കൊച്ചിന്റെ ആനിവേഴ്സറിയാ, മോന്റെ ആനിവേഴ്സറിയാ സ്കൂളില്. ആദ്യമായിട്ടാ ഞാൻ മിസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഇങ്ങനെ അവനെ കൊണ്ട് നടക്കുവാണ്. നിമിഷ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് ഒരേ ഒരു കാര്യം, അത് ഇനി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞ മോള് പാടുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒന്ന് ഉള്ളീന്നെടുത്ത് പാടാം. ഇത് കുറച്ച് വെളിന്ന് താഴെ വീണിൻ എന്നുള്ളൊരു താഴെ വീണിൻ അതിനെ ഒന്ന് തോണ്ടി ഉള്ളിലേക്കാക്കണം. മനസ്സിലായോ? അത് മേലെ വീട്ടി അവിടെ വീട്ടിലെ അതൊന്ന് കൺട്രോൾ ചെയ്ത് പാടാനുള്ള, നമ്മള് വീട്ടിലെ വിൻ എന്നുള്ള പാടുന്ന പോലെ ഈ മൊത്തം ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യാട്ടോ പറഞ്ഞു തന്നത്. അത് ഉറപ്പായിട്ടും അത് ചെയ്യാം. താഴെ വീണിൻ വീണിൻ, അത് ഒരു ഉള്ളിലേക്ക് ഒരു വളവ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു? ഒന്ന് പാടി നോക്കുന്നോ? താഴെ വീണിന്നുടഞ്ഞു പോ. ആ പോയിരിക്ക് കറക്റ്റായി. ഇവിടെ എനിക്ക് തോന്നുന്നു മൊത്തത്തിലെല്ലാം കൂടെ വരുമ്പോ ടെൻഷൻ അടിച്ചിട്ട് ഇവര് പാടാൻ ലിറിക്സ് ഇച്ചിരി എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അത് ഒരുപാട് കേൾക്കാത്ത പാട്ടായതുകൊണ്ടാണ്. ഇത് കുറെ കേട്ട് പരിചയമുള്ള പാട്ടാണെങ്കിൽ നമുക്ക് ആ ലിറിക്സ് തന്നെ വരും. ഇത് പുതിയത് പഠിച്ച് പാടുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കേട്ടോ മോളെ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കെന്നാ ഒന്ന് ചേച്ചി ഒന്ന് പോയ എപ്പിസോഡിലെ പറഞ്ഞ മാതിരി ഞാനും ചേച്ചിയും വന്ന് എന്ത് പാവനയെ വെച്ചിട്ട് ജാലിയായിരിക്കും. ശിവാംഗി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോണ എല്ലാം പാവനിയെ കാണാനാ. പാവനിയെ എടുത്തു വെച്ച് കൊഞ്ചുവാ. അതെ. സോ കൊറേ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട് ഞാനും പാവനിയും. അതെ. സോ അങ്ങനെ ഇരിക്കുമ്പോ ഈ ലിറിക്സ് എല്ലാം മാറിപ്പോകുന്നത് ടു മെനി തിങ്സ് നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോ
Yeah. ഇത് ഒരുമാതിരി സഹജമായ ഒരു കാര്യമായ ആണ്. ആണോ? സോ അങ്ങനെ ഇരിക്കുമ്പോ അതൊന്ന് ഹാർട്ടിൽ എടുക്കാതെ അടുത്ത എപ്പിസോഡിൽ സൂപ്പർ ആയിട്ട് ചേച്ചി ഒന്ന് കലക്കണം. ഉറപ്പായിട്ടും താങ്ക് യു. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. ഇനി മാർക്സിലേക്ക് കിടക്കാം. നിമിഷ, എന്തോ അപ്പൊ മാർക്ക് 93 ഔട്ട് ഓഫ് 100. താങ്ക് യു മാം. താങ്ക് യു. അപ്പോ 93 മാർക്സ് ആണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 92. 92 ആയോ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഘട്ടത്തിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞു. അപ്പൊ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അതെ. ഓക്കെ, Okay. മീനാക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കാത്തിരിക്കാം. കാത്തിരിക്കാം. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഫ്രണ്ട്ഷിപ്പ് വൈബ്സ് റൗണ്ട് ആണ്. റിയലി? ഓക്കെ. പെർഫോം ചെയ്യാനെത്തുന്നു ദിവ്യ.
വാട്ട് എ പെർഫോമൻസ്. ഡെയിൻ അടിച്ചു പൊളിച്ചുവിട്ടെന്നാ. അത്രേ ഉള്ളൂ ഡേ മേഡ്. ഞാൻ ഡെയിനെ ഒന്നും കണ്ടില്ല. ഞാൻ ഡെയിനെ ഇവിടെ ഞാൻ ദിവ്യനെ കണ്ടിരുന്നു. അതെ അതെ. ദിവ്യ ഭയങ്കര കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എന്ത് സ്റ്റൈലായിട്ടാണ് അത് പാട്ട് കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പൊ ഇത് നോർമൽ ഡ്രസ് അല്ലേ? നോ, ഇത് എന്നൂടാഞ്ഞി എന്ത് ഞാൻ രസം. സാധാരണ ഒരു സെറ്റ് മുണ്ടൊക്കെ ഇട്ട് നാടൻ വേഷത്തിലാണ് സാധാരണ വരാറുള്ളത്. അത് അടിയിലൊരു തുമ്പ് കെട്ടിയില്ലേ? ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ. മുമ്പ് കെട്ടിയില്ല. അല്ല സാരി ഉടുക്കുമ്പോ അടിയില് മറ്റേ സാരി ഉണ്ടയൊക്കെ ഉടുക്കുമ്പോ കെട്ടിയിട്ടാ. അങ്ങനെയായിരുന്നു. അപ്പൊ ഇതെന്റെ ഒരു പുതിയ ലുക്കാണ് സർ. Keep it up, ഇതിന്റെ ഒരു keep പുതിയ it up. version ആണ്. Excellent. നമ്മുടെ മ്യൂസിക്കൽ വൈഫോടെ നമ്മള് ഇപ്പൊ പാട്ടുകാരൻ മാത്രല്ല പുതിയ ലുക്കുകൾ. അതെ അതെ. ദിവ്യ 2.0. നമ്മൾ പുതിയ ലുക്കുകൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. Yes. അല്ലേ? എക്സലന്റ് താങ്ക് എക്സലന്റ്. യു സർ, താങ്ക് യു സർ. പാടിയത് നല്ല സ്പിരിറ്റോട് കൂടി പാടി. സംഗതികളൊക്കെ ടോപ്പിലൊക്കെ വരുന്ന സംഗതികളൊക്കെ നന്നായിട്ട് അതൊക്കെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട്. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഗതികളൊക്കെ കയ്യിലുണ്ട്. അത് 2-3 പേര് കൂടി പാടിയതല്ലേ മൊത്തം. പക്ഷെ അത് നന്നായിട്ട് പാടി. ആകെപ്പാടെ എനിക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് പാടുന്നത്? എന്തിനാ വൈ യു ആർ ഇങ്ങനെ പാട്ട് പുറത്തേക്കല്ല, യു ആർ സിംഗിങ് ദ സോങ് ടു യുവർ ത്രോട്ട് ഇറ്റ് സെൽഫ്. തൊണ്ടയിലേക്ക് തന്നെ പാട്ട് പാടും, സ്വയം കേൾക്കാൻ വേണ്ടി പാടുന്ന പോലെ. പുറത്തേക്ക് അത് വരില്ല അങ്ങനെ കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ആ മഴവില്ല് പോലെ നിറമെഴും എന്ന് പറയുന്ന പോർഷനൊക്കെ അതില് മാഡം പാടുമ്പോൾ നല്ല ലൈറ്റ് ആയിട്ട് പാടുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തു. അതെ. അപ്പൊ അത് ഞാൻ അതുപോലെ ആവാൻ ശ്രമിച്ചു. അയ്യോ, ലൈറ്റ് ഭയങ്കര ഹാർഡായി പോയി. വെരി ജെന്യൂൻ. അത് ആ ട്യൂൺ പാടിയത് ജസ്റ്റ് മഴവില്ലു പോലെ ഒറ്റ സെക്കൻഡ്. മഴവില്ല് പോലെ എന്തിനാ പോലെ? മഴവില്ല് പോലെ അതല്ലേ? മഴവില്ലു മഴ എന്നുള്ളത് മഴയെന്ന് പറയുന്നത് മഴവില്ലു മഴ മഴ. മഴവില്ലു പോലെ ആ അതില് നിറമേഴും. ആ വാക്കുകൾ പോവരുത്. നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ വാക്ക് പോവാതെ പറയണം. ഞങ്ങള് ചിലപ്പോ പറയുന്നില്ലേ നല്ല ഡിക്ഷൻ, എന്നാൽ ആ ഭാവം നമുക്ക് കിട്ടുന്നു. അതും കൊണ്ടുവരാൻ നോക്കണം. ഈ ഇങ്ങോട്ട് റീച്ച് ആവുന്നില്ല. ഇങ്ങനെ ഹോൾഡ് ചെയ്തേ നമ്മൾ തന്നെ മാസ്ക് ഇട്ട് പോവാണ് നമ്മുടെ പാട്ടിന്. അത് പോരുത്, തുറന്ന് പാടണം. ഇത് അങ്ങനത്തെ പാട്ടല്ലേ. നമ്മൾ എക്സ്പ്രഷൻ കൊടുത്താലും ഇറ്റ് ഷുഡ് ഹാവ് എ ത്രോ. ഓക്കെ, ബാക്കി വിനി പറയും. ദിവ്യ ഇത് തന്നെ സാറ് പറഞ്ഞതിന് അഭിപ്രായം. നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് പാടി. ഒന്ന് ഇത് 3 പേര് പാടിയ പാട്ടാണ്. ഇതാണ് കഴിഞ്ഞ ഘട്ടത്തിൽ ദിവ്യ പാടാൻ വെച്ചിരുന്ന പാട്ട്. എന്നിട്ടാണ് പെട്ടെന്ന് ആറ്റിൻകരയിലേക്ക് പോയത്. ആ, അന്ന് ഓർമ്മയില്ലേ പറഞ്ഞത്? ഓർമ്മയുണ്ട്, ശാരികയെ നിന്നെ കാണാനാണ് പാടാനിരുന്നത്. ആ ഇത് പാടിയാ മതിയായിരുന്നു. സാരമില്ല, ഇപ്പൊ പാടിയല്ലോ. അതെ. പാടിയിട്ട് എനിക്കിഷ്ടായി. പിന്നെ അതൊക്കെ കുറെ അതിന്റെ ലാസ്റ്റൊക്കെ ശ്വാസം കിട്ടാതെ കുറെ ഒരാള് പാടി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള് പാടണം. അപ്പൊ നമുക്ക് ശ്വാസത്തിന്റെ അതൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു കേട്ടോ. കോറസും നമ്മുടെ കോറസും എല്ലാം അവർ നല്ല സപ്പോർട്ട് ചെയ്തു. നന്നായി സപ്പോർട്ട് ചെയ്തു. നല്ല രസം. നല്ല ഹിറ്റ് പാട്ട്, നല്ല പാട്ടാണ്. അത് നന്നായി പാടി. എനിക്ക് പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ ഇഷ്ടമുള്ള കൊറേ എന്റെ വാർഡ്രോബ് നോക്കിയ പർപ്പിളും കുറെ അയ്യോ, ഞാൻ കൂടെ വിചാരിച്ചു അമ്മയുടെ അടുത്ത് ഡ്രസ് കടനായിട്ട് വന്നു. പർപ്പിൾ അത്ര ഇഷ്ടം അമ്മയ്ക്ക്? അപ്പോഴല്ല ഈ മോഡല് എങ്ങനെയാ? അതായത് മോഡൽ ഡ്രസ് അല്ലേ? അമ്മ ഇരിക്കുന്നല്ലേ ഇൻസ്റ്റാൽ ഇങ്ങനത്തെ മോഡലെല്ലാം നോക്കി ജയ്പൂർ, ആന്ധ്ര, രാജസ്ഥാന്, എന്നിട്ട് ഈ ഡൽഹി ഇവിടുന്നൊക്കെ അറിയാതെ ഹിന്ദി എല്ലാം പഠിച്ച് അവരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്ത് നടുവില് വേറെ ഒരു ഡിസൈനറായിട്ട് പറ്റിക്കപ്പെട്ടു. അയ്യോ പറ്റിച്ചോട്ടോ. ഒരുപാട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇവര് ഇതിന്റെ അടിയിൽ നമ്പർ കൊടുക്കൂലോ. ഈ നമ്പർ വെളിന്നുള്ള ഈ കള്ളന്മാര് അവരുടെ നമ്പർ കൊടുക്കും. നമ്മൾ ആ നമ്പറിൽ അയച്ചു കഴിയുമ്പോഴത്തേക്കും ഞങ്ങള് ഇവിടെ വരെ വന്നു പോയി കുറെ അത് കണ്ടുപിടിച്ചു. എന്താണേലും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടു. അത് ഡെയിലി വന്ന് ആരെങ്കിലും ബെല്ലടിക്കും. ശരി, ആരാന്ന് നോക്കിയാ ഒவ்வொரு കൊറിയർ, എവിടെ നിന്ന് നോക്കിയാ രാജസ്ഥാൻ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇങ്ങനെ. എന്റെ കയ്യിലിരിക്കുന്ന കമ്മൽ കളക്ഷൻ, ഡ്രസ് കളക്ഷൻ എല്ലാം ഓൾ ഇന്ത്യൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മയ്ക്ക് വന്ന് ഫുള്ള് ജ്വല്ലറി ഓർണമെന്റ്സിന്റെ ഇത് വേണ്ടെന്ന്. അതാണ് ഇത്. എത്ര ഉണ്ട് നോക്ക്. ഓ മൈ ഗാഡ്. ഇത് വെറും നോർമൽ മാത്രമേ ഉള്ളൂ. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ കമ്മൽ സെക്ഷൻ ഉണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഇന്നൊരു കമ്മൽ സെക്ഷൻ ഉണ്ട്. പക്ഷെ അത് ഒന്ന് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. മാഡം സത്യത്തിൽ മാഡത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തത്. റോൾ മോഡലാണ്.
മേഡം. പക്ഷെ എന്ത് ചെയ്തിട്ടും മേഡത്തിന്റെ അത്ര എത്താൻ പറ്റുന്നില്ല. നമ്മളൊക്കെ സുന്ദരി, എന്താ കുട്ടികള്. ചേച്ചിക്ക് എത്ര വയസ്സിന്റെ കുട്ടിയുണ്ട്? ഞാൻ എടുത്തില്ലേ, എനിക്ക് വന്നില്ലേ. ആ ഓ ഗെറ്റപ്പ് മാറിയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം. ലഡ്ഡുക്കുട്ടി, ലഡ്ഡുക്കുട്ടി. ലഡു. അതെ, ലഡു എന്നല്ലായിരുന്നു വിളിക്കാൻ എന്താ? ഇല്ല, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും നാടൻ ലുക്കാണ് എനിക്ക് ചേരുള്ളൂ, മോഡേൺ എനിക്ക് ചേരില്ല എന്ന് പറയായിരുന്നു. അപ്പം പണ്ട് മുതലേ അങ്ങനെ ഒന്നും ഇടാതെയാണ് കുഴപ്പമില്ല, കുഴപ്പമില്ല, പോട്ടെ. ഇത് പിന്നിച്ചേച്ചിക്ക് പറ്റാറുള്ളതാണ്. മീൻസ് കമ്മല് പോലും ഇടുന്നത് എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞ മാഡത്തിനൊക്കെ കാണുമ്പോഴാണ് എന്തൊരു ഭംഗിയാണ്. ഇവിടെ നോക്കുമ്പോൾ സരസ്വതി ദേവി ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയുന്നതുകൊണ്ടാണ് എനിക്ക് എന്റെ അപ്പൻ അത്ര പ്രശ്നം. ഈ അമ്മ അല്ലേ ശരി ഓക്കെ എന്ന് പറഞ്ഞു ഈ എല്ലായിടത്തുനിന്ന് വന്ന് കമ്മെല്ലാം വാങ്ങി വെക്കും. ഞാൻ എന്റെ റൂമിന്റെ ക്ലോസറ്റ് ഇങ്ങനെ നോക്കിയാ ഒരു ഫുൾ സെക്ഷൻ കമ്മലും മലയും. ശരി, ഞാൻ പടിയിട്ട് നോക്കിയാ അവിടെ ഒരു കുട്ടി കാണാർ ബുക്ക് ഷെൽഫില് കമ്മല്. ശരി നോക്കിയാ അമ്മയുടെ റൂമിൽ പോയാ കമ്മലും മലയും. ജിമുക്കാസ് മാത്രം ഒരു 5 തട്ടുള്ള ഒരു അലമാരി ഉണ്ട്, അത് മുഴുവൻ ജിമുക്കയാണ്. ഓക്കെ, അതും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള. എന്റെ കളക്ഷൻ ഒരു കടയിലും ഉണ്ടാവില്ല. പാൻ ഇന്ത്യനാണ്. ഇല്ല, ഈ അമ്മ കഷ്ടപ്പെട്ട് എല്ലാം ചേർത്ത് വെക്കും. ഞാൻ ഏതോ ഒരു ഷൂട്ടിന് എടുത്തിട്ട് പോയി അത് തുളയ്ക്കും. തൊലയ്ക്കും, അതെ, നഷ്ടപ്പെടുത്തി കളയും. അതല്ലേ, അവള് അവിടെ ഇവിടെ ഒരെണ്ണം അവിടെ കാണും, ഒരെണ്ണം അവിടെ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിക്കോസ് ഞാനും ചേച്ചിനെ പോലെ തന്നെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമല്ല കമ്മലും മാലയും. അല്ല, ഇതില് വേറൊരു കാര്യം മനസ്സിലായോ? നമ്മൾ പുറത്തുനിന്ന് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾക്ക് നമ്മൾ ഇഷ്ടമുള്ളത് ഇട്ട് തുടങ്ങിയാൽ വിൽ സ്റ്റാർട്ട് എംബ്രേസിങ് ourselves, വിൽ സ്റ്റാർട്ട് ലവ് ourselves, വിൽ സ്റ്റാർട്ട് എന്തെങ്കിലുമൊക്കെ ourselves. ഇല്ല, നമ്മള് അപ്പൊ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തോളൂ. സാർ, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്റെ നാടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി ഹസ്ബൻഡിന്റെ നാടിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേലിയ എന്നാണ് നാടിന്റെ പേര്. അപ്പം ഞാൻ നാട്ടിന് വേണ്ടി 2 പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. 2 പേര് ഞാൻ ഇവിടെ പാടിക്കോട്ടെ. ചേലുള്ളൊരു നാടാണ് ചേലിയ എന്നതു പേരാണ്. നാനാ ജീവിത വേദിയിലെന്നും നന്മകൾ നൽകിയ നാടാണ്. ചെറുവയലുകൾ, പൂവുകൾ, കാടുകൾ, മികവുകൾ നൽകിയ നാടാണ്. ഉയരിന്നുമീതേ രാജ്യം കാക്കാൻ പൊരുതിയ സോദര വീരാണ്. നമ്മൾ എഴുതിയതാണോ അത്? അല്ല, ഞാൻ ട്യൂൺ ചെയ്തിട്ട് പാടിയുണ്ട്. അതുപോലെ പത്മശ്രീ ഗുരു ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ സ്ഥലമാണ്. പിന്നെ അതുപോലെ കഥകളി വിദ്യാലയം, അങ്ങനെ കലയിൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ചേലിയ എന്ന് പറയുന്നത്. ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. ഗുരു മരണപ്പെട്ട സമയത്തും ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ടൊരു കവിതയൊക്കെ ആലപിച്ചിട്ടുണ്ടായിരുന്നു. നോവേറ്റുപാടി മയങ്ങുന്നു ചേങ്ങില, തേങ്ങുന്നു മോദം മുഴക്കിയ മദ്ദളം, കോലാഹലം തീർത്ത ചെണ്ട വീതുമ്പുന്നു, താളം മറന്നില താളം. ഇത് കമ്പോസ് ചെയ്തതും
അതെ അതെ ആഹാ. UK രാഘവൻ ചേച്ചി മാഷ് എഴുതിയ. കമ്പോസറാണ്. സകല കലാവല്ലഭിയാണ്. സകല കലാവല്ലഭിയാണ്. എന്തും ചെയ്യും. വല്ലഭ ഇതൊക്കെ ചെയ്താലോ? പുള്ളിക്കാരി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? അങ്ങനെ വേണം സംസാരിക്കാൻ. എങ്ങനെ വേണം? സാർ ഇങ്ങനെ, സാർ ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ വളരെ മറ്റേ അങ്ങനെ ഇങ്ങോട്ട് വാ, അങ്ങനെ ആ രീതിയിലല്ലാതെ. അങ്ങനെയൊന്നുമില്ല, പാവ ശിവാനി. ശിവാനി ഇതിങ്ങട്ടാണ് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് അല്ലേ ആ, ശിവാനി? ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അല്ല ശിവ ഇല്ല അമ്മ എന്നെ ഇങ്ങനെ തിട്ടും. ഇതുപോലെ എല്ലാരും എങ്ങനെ സംസാരിക്കുന്നു സോഫ്റ്റ് ആയിട്ട്, പക്ഷെ എനിക്ക് അങ്ങനെ വരുന്നില്ല. ഇത് ഞാനത് പറഞ്ഞു തീർക്കണം അല്ലേ. ഇപ്പോ ഞാൻ എന്തിനാ എല്ലാരും കുറെ പേര് ചോദിക്കുന്നു ഞാൻ എന്തിനാ ഇങ്ങനെ ഫാസ്റ്റ് സംസാരിക്കുന്നത്, എന്തിനാ എനിക്ക് പറയുമ്പോഴേ ഞാൻ എന്താ പറയണ്ടെന്ന് പറഞ്ഞു. ആ, ഇവിടെ നേരത്തെ ഞാനും ഡെയിനും ഇരുന്ന് പറയായിരുന്നു, നിങ്ങൾ രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാ. ശിവാങ്കി വലുതാകുമ്പോ ചേച്ചിയെ പോലെ തന്നെ ആവും. ചേച്ചി ഇപ്പൊ വഴക്കൊന്നും പറയണ്ട. സാർ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർവതി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ശബ്ദത്തിന്റെ പ്രശ്നം നേസൽ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ചോദിച്ചുകൂടായിരുന്നോ സാറടുത്ത് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് സാറടുത്ത് ആ സ്പോട്ട് ചോദിച്ചുകൂടായിരുന്നോ? അപ്പോൾ അവൾ പറയാണ്, ഞാൻ ചോദിച്ചില്ല, ചേച്ചി ചോദിച്ചാൽ അത് നല്ല രസമായിട്ട് അതാണ് ആ ആ ചോദിക്കുന്നത്. ചോദിക്കുന്നതിന്റെ രീതിയിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ സാറ് പറഞ്ഞു തരുമായിരുന്നു. അത് ശരി. അപ്പൊ അത് ഉദ്ദേശിച്ച് വന്നിരുന്നതല്ലേ അങ്ങനെ? വീട്ടിലിങ്ങനെയാണ് സംസാരിക്കാറ്? വീട്ടിലെ നേരെ തിരിച്ചാണ്. ഞാൻ കള്ളി പറഞ്ഞില്ലേ, അത് പാടില്ല കേട്ടോ. ഇതേപോലെ സാർ, കാരണം ഇല്ലേ നമ്മളുടെ ഒരു ഫീമെയിലിന് സംസാരം നമ്മളുടെ വേ ഓഫ് അവർ ടോക്കിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിംഗറിന് പ്രത്യേകിച്ച് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം വളരെ മയമായിട്ട് ഇപ്പം എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സോഫ്റ്റായിട്ട് തന്നെ സംസാരിക്കണം. നമ്മുടെ സംസാരമാണ് ഏറ്റവും വലിയ നമ്മളുടെ സ്ട്രെയിൻ. പാട്ട് പാടണതല്ല. ഇവിടെ വേറെ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സംസാരം എന്ന് പറഞ്ഞാൽ തമിഴില് സംസാരം എന്ന് സംസാരം, പറഞ്ഞാൽ അതെ. ഭാര്യനെയാണ് പറയാ. ഞാല ഫോൺ സംസാരിച്ച ഹലോ അങ്ങനെയാണ്. ആണോ? ഹലോ അപ്പടിയാ, ഓ ശരി പണിക്കലാമേ, ഇങ്ങനെ. ഓ എന്നിട്ട് ഇങ്ങനെ പറയും നമ്മുടെ അടുത്ത്. സത്യത്തിൽ സാറിനോടും മാമിനോടൊക്കെ ഞാൻ മാഡം എന്ന് വിളിക്കുന്നത് പോലും കുറഞ്ഞു പോയോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അയ്യോ ഞാൻ പിന്നെ എന്ത് വിളിക്കും? എനിക്ക് പേര് വിളിക്കണതാണ് ആഗ്രഹം. അല്ലേ ഗുരു സാറിനൊക്കെ ഗുരു എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. അല്ല ഗുരുവാണ്. നേരിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും പറയുന്നത് മോശമായി പോകരുതല്ലോ. അപ്പോൾ തീരെ എളിമയോടുകൂടി സംസാരിക്കും. അല്ല ഇതേ ആ സംസാരം വളരെ നല്ലതാണ്. അത് കീപ്പ് ഇറ്റ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മാർക്കിലേക്ക് കിടക്കാം. മാർക്കിലേക്ക് പോവാം. ചേച്ചിയുടെ മാർക്ക് 94.5. എന്നോട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചോളൂ. അല്ല നല്ല സ്കോറാണ് 94.5 എന്ന് പറയുന്നത്. Okay, അപ്പൊ എന്തായാലും- റൗണ്ടിൽ എത്രയായിരുന്നു? ആദ്യം 92.85. 8.5 ആയി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് താങ്ക് യു. യു. അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കാം. എത്തുന്നത് ലെജൻഡ്സ് ഹിറ്റ്സിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതി. പാർവതി. പഴന്തമിഴ്
ഹായ് പാർവതി, എങ്ങനെ പാടിയെന്ന് തോന്നി? ആസ്വദിച്ചു പാടി, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അത് അറിഞ്ഞില്ല. പാടി. ആ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഒന്നും പറയാനില്ല കേട്ടോ. എന്തൊരു ഫീൽ, എന്തൊരു എക്സ്പ്രഷൻ ആണത്. താങ്ക് യു സർ. എങ്ങനെ പാടുന്നത്? എന്തുവാ രാഗം അങ്ങനത്തതാണ്. പിന്നെ ആ പാട്ടിന്റെ ഫീൽ അങ്ങനെയാണ്. അത് ആ ഫീല്, പക്ഷെ ഭയങ്കര ഫീല്. ഇതെന്തോ പേഴ്സണൽ അറ്റാച്ച്ഡ് ആണോ? എന്നെ പഠിപ്പിച്ചത് ഓമനക്കുട്ടി ടീച്ചറാണ്. ആ പിന്നെ വെറുതെ അല്ല, അത് പിന്നെ ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടിയതാണേ. ഞാൻ ഈ പാട്ട് എടുത്തപ്പോ ടീച്ചറിനെ പോയി കണ്ടു. ഞാനിപ്പോ പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ചേട്ടൻ നേരിട്ട് പഠിപ്പിച്ചു എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ടീച്ചർ എനിക്ക് കുറെ അത് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ ഒന്ന് പാടിക്കേ, എങ്ങനെയാണ് പാടുന്നതെന്നൊക്കെ നോക്കി അതിന്റെ ന്യൂആൻസസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു എനിക്ക്. പഠിച്ചാലുള്ള ഗുണം മനസ്സിലായ എല്ലാവർക്കും. ഒരു വീഡിയോ ഉണ്ട് സാർ, അതൊക്കെ ഒന്ന് കണ്ടാലോ? വീഡിയോ കണ്ടിട്ട് വരാം. പഴയൊരു ചുമ്മാ അല്ല, ഓമനക്കുട്ടി ടീച്ചർക്ക് ഒരു ഹായ്, ഒരു നമസ്കാരം. അത് വെറുതെ അല്ല, അത് ആ ബ്ലഡിൽ നിന്ന് നേരിട്ട് പറഞ്ഞു തന്നായിരുന്നു. ടീച്ചർ അന്നത്തെ കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നു. ഓഹോ, മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മള് അപ്പം ടീച്ചർ പറഞ്ഞു ഫാസിൽ സാർ ഈ സോങ് ഇത് കമ്പോസ് ചെയ്യാനും എന്ന് പറഞ്ഞ് സാറിന്റെ അടുത്ത്, രാധാകൃഷ്ണൻ സാറിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ സാർ അത് ഏറ്റെടുത്തിട്ട് സാറിനത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ടീച്ചർ പറഞ്ഞു തന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ടായിരുന്നു. വളരെ കാലം 40 ദിവസത്തിലും മേലെ എടുത്തു ഈ ഒരു പാട്ടിലേക്ക് റീച്ച് ആവാൻ. എന്ത് ചെയ്താലും ഡയറക്ടർക്ക് അത് തൃപ്തിയാവുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്ക്രിപ്റ്റ് കിടക്കുകയാണേ. അതിന് ഒരു പാട്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുവരെ ഒരു പ്രത്യേക കഥയല്ലേ അത്. നമുക്ക് സാധാരണ നമ്മുടെ മനസ്സിൽ നമുക്ക് വന്നു പോകുന്ന കഥയല്ല അത്. ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ആ ഡിഫറെന്റ് സ്റ്റോറിയിൽ ഡിഫറെന്റ് സിറ്റുവേഷൻ. അതിന് എവിടുന്ന് പാട്ടുണ്ടാക്കും? സംഗീതം കൊടുക്കണ്ടേ അതിന്. പക്ഷേ രാധാകൃഷ്ണൻ ചേട്ടൻ അവസാനം വന്ന് ലാൻഡ് ചെയ്ത പാട്ട് ഒരു ഒന്നൊന്നര പാട്ടായിപ്പോയി. എവർഗ്രീൻ സോങ്, ബ്യൂട്ടിഫുൾ സോങ്. ടീച്ചർ പറഞ്ഞു സാർ, അതിനുശേഷം സാറിന് ഇങ്ങനെ വയ്യാതായപ്പോ ടീച്ചറാണ് സാറിന്റെ കൂടെ കോട്ടയ്ക്കലൊക്കെ പോയി ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഈ പാട്ടിൽ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പറയാം, വേറെ കമന്റ് ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്തില്ലേ പഴം തമിഴ്ന്ന് തുടങ്ങിയ വഴിക്ക് ആ ഫീലോടുള്ള സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു സൂപ്പർ സ്റ്റാർട്ട് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ടൊക്കെ മിസ്സാവുമല്ലോ, സൂപ്പർ സ്റ്റാർട്ട് മാത്രം എഴുതി. പിന്നെ പല്ലവി കഴിഞ്ഞപ്പോൾ വാട്ട് എ ഫീൽ എന്ന് ഞാൻ എഴുതി. വീണ്ടും അനുപല്ലവി വന്നു, സൂപ്പർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയൊന്നും സംശയം. നിലവറമൈന അതിലില്ലാത്തതാണെന്ന് തോന്നി എനിക്ക്. നിലവറമൈന അത്രേ ഉള്ളൂ. ഇത് നിലവറ എന്തൊരു ഫീലാണത്. ആ നോട്ട് ചേഞ്ച് അതറിഞ്ഞില്ലേ, അത് ഫീൽ കൊടുക്കുമ്പോ വന്ന ചേഞ്ച് ആണത്. സോ ബ്യൂട്ടിഫുൾ. ഇത് ഫസ്റ്റ് ടൈം ഐ എം ഹിയറിംഗ് ദാറ്റ് നിലവറമൈന. അങ്ങനെ സൂപ്പർ. വണ്ടർഫുൾ, താങ്ക് യു സർ. ബിന്നി ചേച്ചി, എന്നാ പാർവതി ആ രാഗം എന്താണെന്ന് പറഞ്ഞേ. ഗുഡ്. എന്താണെങ്കിലും പാർവതി നന്നായി പാടി. എനിക്കിത് കൂടുതൽ ഒന്നും പറയാനില്ല. നല്ല ഫീലായിരുന്നു. ഇടയ്ക്ക് ഇതളറിഞ്ഞ നമ്പർ ചെറിയ ചെറിയ ഒരു ശ്രുതി പാടുന്നത് ചില നേരം എനിക്ക് കേട്ടപ്പോഴാണ് ഒരു ലൈൻ ഇടയ്ക്കൊന്ന് മുറിഞ്ഞു പോയതുപോലെ. വോയിസ് ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ, ഇടയ്ക്ക് അത് തോന്നി. പക്ഷെ ഓൾ ടോട്ടൽ അതിന്റെ ഫീല് നമുക്ക് കിട്ടി, ആ പാട്ടിനുള്ള ഫീല് കിട്ടി. സോ ഗുഡ്. താങ്ക് യു സോ മച്ച് ബിന്നി ചേച്ചി. ശിവാംഗി, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്നെ കൂട്ടിട്ട് വന്നതേ ഒരു എന്താ പറയണ്ടേ, എല്ലാ പാട്ടിന്റെയും ഒരു തമിഴ് വേർഷൻ തമിഴ് ഡബ്ഡ് അനുഭവിക്കുന്ന മാതിരി കൂട്ടു വന്നു വിചാരിക്കുന്നു. ബിക്കോസ് എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോ
ചന്ദ്രമുഖിയിലെ ഒരു പാമ്പ് അടിക്കടി വന്നിട്ട് പോകും. അതെ. ആ പാമ്പ് എന്റെ മൈൻഡിൽ വന്നോണ്ടേ അതിന്റെ അതിന്റെ OG version ആണ്. ആ അതാ ആ അതാ സോ എനിക്ക് വന്ന് സൂപ്പർ ഫീൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് ഇനി മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്നുള്ളത് അറിയാം. അതിനുശേഷം നമുക്ക് ജഡ്ജസ് എത്ര മാർക്സ് ആണ് 100ൽ തരുന്നത് നോക്കാം. മക്കു ഈ പാട്ട് പാടുവോ? മുമ്പ് പാട്ട് പാടിയിട്ടുണ്ട് ഇത്. എന്നാ രണ്ടുപേരും രണ്ടുപേരും ഒന്ന് കേൾക്കാൻ പാടിയ പറ്റുമോ? മാർക്കിടുന്ന ക്യാപ്പില് പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരളിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദി താളം പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. അല്ല പിന്നെ അല്ല അല്ല, ഇതിനകത്ത് സാർ അതെ ഒരു പാട്ട് പാടാൻ പറയുമ്പോ ഇങ്ങോട്ട് ഒരല്പത്തൊണ്ട അങ്ങനെ ഉള്ള പരിപാടിയില്ല, അപ്പോഴങ്ങ് പാടാണ് സാർ. ഇതിനകത്ത് ഇതിൽ ഒരു കഥയും കൂടെ ഉണ്ട് സാർ. ഈ പാട്ട് പാടാൻ വേണ്ടി ഞാൻ ഓരോ സ്റ്റേജുകളിൽ ചെന്ന് അവസരങ്ങൾ ചോദിക്കും. അത് സാധാ സ്റ്റേജുകളിൽ അപ്പോൾ ബാലയും നാടകമൊക്കെ വരാൻ വൈകുന്ന സമയത്ത് ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് അവസരം ചോദിക്കുന്ന സമയത്ത് അവിടെ വേറെ സിസ്റ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ ഒരു എക്കോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 75 രൂപയാണ് എക്കോയുടെ വാടക. അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ എന്താ ഗുണം? എക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട്. അതെ 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 അതെ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുപ്പുറ്റത്തെത്തുവാൻ മോഹം. ഇല്ല എനിക്കൊരു ചോദ്യമുണ്ട്. ഈ കേരളത്തിൽ എന്താ ബേസിക് ടാലന്റ് പാട്ട് പാടുന്നതായിട്ട് എല്ലാരും പുറക്കുവാണോ എന്താ? ഇല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളത്തില് വന്നാലേ ബേസിക് ആരെങ്കിലും ഇളന്നി വെട്ടുന്ന ആൾക്കൂടെ ശ്രുതിയോടെ പാടുന്നു, ടെമ്പോടെ പാടുന്നു. അതാണ് ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്ത ഒരു കേരള മക്കളുടെ ഒരു സ്പെഷ്യാലിറ്റി. തീർച്ചയായിട്ടും. ഓക്കെ ശരി, അപ്പം സാറ് മാർക്ക് മാർക്സിലേക്ക് കിടക്കാം. പാർവതിയുടെ ഒരു 3.5 മാർക്ക് കുറച്ചിട്ട് ഉള്ള മാർക്ക് 96.5. അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിൽ 2 റൗണ്ടിൽ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ പ്രേക്ഷകരെ, ഇപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി പെർഫോമൻസുകൾ അടുത്ത ദിവസം കാണാം. അതെ, എനിക്ക് കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇവരുടെ പെർഫോമൻസ് കാണാൻ. നമ്മുടെ കണ്ടസ്റ്റൻസ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ ബൈ. വല്ലാത്ത കാത്തിരിപ്പായില്ലേ? ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.